വെൽക്കം ബാക്ക് ടു മോംസ് കിച്ചൺ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടിപ്പുറമുള്ള ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ. ഇനി ഇതെല്ലാം കൂടി 3 തവണമായി അരച്ചെടുക്കാം. എന്നാൽ മാത്രമേ കേക്ക് സോഫ്റ്റ് ആവുകയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 3 മുട്ട എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് മുട്ടയുടെ മണം പോകാൻ വേണ്ടി 1/2 ടീസ്പൂണ് വനില എസൻസ് ഒഴിക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ബാറ്റർ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് ഷുഗർ കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ഞാൻ ഓയിൽ പുരട്ടിയതിന് ശേഷം ബട്ടർ പേപ്പർ പിരിച്ചതാണ്. അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സാധാരണയുള്ള ചട്ടിയാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉള്ളൊരു പാത്രമാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ വീട്ടിൽ പാത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ എടുത്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു കാസർഗോട്ടുകാരിയാണ്. എൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എയർ ബബിൾസ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വലിയൊരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ ഒരു തട്ടും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരടുപ്പെടുത്ത് ഇതുപോലെ മൂടാം. ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം വെക്കാം. 20 to 13 മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് ബേക്കിംഗ് ചെയ്യാൻ വേണ്ടി വെക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് വെക്കുന്നത്. അപ്പം ഞങ്ങൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബട്ടർ പേപ്പേഴ്സ് എല്ലാം ഒന്ന് ഊരി മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഇത് 3 ലെയറായി മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇളനീർ വെള്ളവും 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ചേർത്തിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് 3 ലെയേഴ്സിലേക്കായി കുറച്ചായി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം.
വിപ്പിംഗ് ക്രീം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയതിന് ശേഷം ഇതുപോലെ വിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് ഒരു ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായി വിപ്പിംഗ് ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കാം. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചൊരു മിക്സാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചെങ്കിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പും ചേർത്ത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ലെയറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ് ഇതുപോലെ ഒന്ന് മുറിച്ച് വെച്ചായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് 3 ലെയറായി ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് കോട്ട് അടിച്ച് ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ 15 മിനിറ്റ് വെക്കാം. ഫസ്റ്റ് കോട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചെടുത്ത് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ 15 മിനിറ്റ് സെറ്റ് ആവാൻ വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ വെച്ചിട്ടുമാണ്, റോസാപ്പിൻ്റെ ഇതളുകളും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെയുള്ള വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടപ്പോൾ നമ്മുടെ ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. താങ്ക്